ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്നിപ്പോൾ വന്നിട്ടുള്ളത് ഉള്ളിപ്പൂവ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉള്ളിപ്പൂവും മുട്ടയും വെച്ചിട്ട് നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. ഏതായാലും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഈ ഒരു തോരൻ മാത്രം മതി നമ്മൾക്ക് വയററിച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ കറിയുടെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ ഉള്ളിപ്പൂവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂവ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. പൂവൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിക്കളയണം. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂവാട്ടത്. അപ്പോൾ നമ്മളിത് പൂവൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ടാകും. അതും കൂടി ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. കഴുകി എടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഓരോന്നായിട്ട് കളയാൻ വലിയ ടൈം എടുക്കും. അപ്പം ഞാൻ ഇപ്പം ഇതുപോലെ ഒന്നിച്ചങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് ഒന്നിച്ചങ്ങോട്ട് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് വിട്ടു പോന്നിട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് നുറുക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരവിയ പോലെ തന്നെ ആയിക്കോളും. അപ്പം ഞാൻ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതേപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേപ്പില വേണം കേട്ടോ. വേപ്പില അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് തൈന്ന് പറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഇതുപോലെ 2 ജാതി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അലക്കലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വേപ്പ്. ഇതാണ് ചെറിയ തൈയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കമ്പുകളെല്ലാം ഒടിച്ചിട്ട് ഇങ്ങനെ ശിഖരങ്ങൾ 2 സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഒടിക്കാൻ ഏതായാലും ഇല്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 തണ്ടായിട്ട് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അത് ചേർത്തിട്ടല്ല, ഇത്തിരി വിട്ടിട്ടാണ് വെട്ടിയെടുത്തത്. കണ്ടില്ലേ, ഇതിൽ നിന്നൊക്കെ ഞാൻ ഒടിച്ചെടുത്തതെന്നൊക്കെ രണ്ടാമത് ഇതേപോലെ ഇങ്ങനെ ചെനപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ഈ പൊടിയൊക്കെ ഉണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ വേപ്പിലേക്ക് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കൂടെ കുൽസുമോളും ഉണ്ട് കേട്ടോ. അവളുടെ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കാരണം നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്കൊരു 3 എണ്ണം വരെയൊക്കെ ഇതിലോട്ട് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കാം. ഒരുപാട് നേരിട്ട് വേവിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അപ്പം തന്നെ മാറ്റാം കേട്ടോ. അത്രയും മതിയാകും. അപ്പോൾ മുട്ട ചിക്കി മാറ്റിയ ആ ചട്ടിയിൽ തന്നെ ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ നാടൻ റെസിപ്പി അല്ലേ, നാടൻ റെസിപ്പികൾക്ക് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ വേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഉള്ളിപ്പൂവ്, നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിപ്പൂവ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിപ്പൂവ് അരിയുമ്പോൾ എപ്പോഴും നല്ല കട്ടി കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം ഞാനിത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോകരുത്. ഞാൻ നേരത്തെ മുട്ട ചിക്കിയ സമയത്ത് അതിലേക്കും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ മുട്ട ചിക്കിയതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഉള്ളിപ്പൂവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 1 വർഷം വരെ എങ്ങനെ കേടാവാണ്ട് സൂക്ഷിക്കാം എന്നുള്ള ടിപ്സും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.